ആ പോകാൻ നേരത്താണ് ആശാൻ കയറി അടിച്ചത്. ഇതില്ല നല്ല പെയ്തായിരുന്നോ? ആ നല്ല പെയ്തായിരുന്നോ? പൊതുവേ നമുക്ക് അവിടെ നിന്ന് വലിയ അടിയൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്, നമ്മളിത് രാവിലെ കാസ്റ്റിങ്ങിന് വന്നു. നമ്മൾ സ്ഥിരം വരുന്ന സ്പോട്ടാണ്. 6 മണിയായതേ ഉള്ളൂ. അപ്പം ഞാൻ ഇന്നലെ ഇവിടെ കാസ്റ്റിങ്ങിന് വന്നിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നലെ ഇവിടുന്ന് 2 വര കിട്ടിയിട്ടുണ്ട്. അതിൻ്റെയും കൂടെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ സമയം 6 മണിയായി. ചിലപ്പോൾ മീനൊക്കെ അടിക്കുമ്പോൾ ചിലപ്പോൾ 7-8 മണിയൊക്കെ ആവും. അപ്പോൾ നമുക്ക് എന്തായാലും സമയം കളയണ്ട, നമുക്ക് നമ്മുടെ പരിപാടിയിലിട്ട് കിടക്കാം. വെള്ളമില്ല. ആ ഓ ഞൊട്ട ചെറുത് ഞൊട്ട എന്തെങ്കിലും കിട്ടിയല്ലോ, ഇതിന് വലിയ കാര്യൂ. അതെ അകത്തായോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കാരണം ഞാൻ വെച്ച് പോയേനെ വരുക്കോ. ഓ ഇത് ചെതുമ്പല. ഇത് നമ്മളെ വൈകുന്നേരത്തെ ആദ്യത്തെ വരാറ്. നമ്മൾ പോകാൻ തുടങ്ങുമായിരുന്നു. ഒരെണ്ണം കിട്ടിയതേ, കുഴപ്പമില്ലാത്തൊരു സൈസ്. 1/2 കിലോയ്ക്ക് അടുത്ത് കാണും. അതിൽ കൂടുതലൊന്നുമല്ല, 1/2 കിലോ അടുത്തതേ. ഫ്രോഗ് നല്ല പോലെ ആശാനെടുത്ത് വായിക്കകത്ത് കയറ്റി, അതുകൊണ്ട് നമുക്ക് കിട്ടി. ആ നമ്മൾ വൈകുന്നേരത്തെ മീൻ അടിച്ചിരിക്കുന്നത് നമ്മുടെ ആറ്റം ബൂമറിലാണ് അടിച്ചിരിക്കുന്നത്. അതെ, ഇതാണ് നമ്മുടെ ഐറ്റം. പോകാൻ നേരത്താണ് ആശാൻ കയറി അടിച്ചത്. നിന്ന് മാറി മാറി എറിയുക. ഒരെണ്ണം വെട്ടിയില്ല ഞങ്ങൾക്ക് ആർക്കും. അവിടെ പശുവിനെ ഇറക്കും. ഈ പേടിച്ച് നിൽക്കുന്നു. ഇത് ഫ്രോഗ് എന്ന് വീഴുമ്പോഴേ ഇത് മാറിപ്പോവും ഉടനെ. പേടിയാ. മീനുണ്ട് ഇതിനകത്ത് എപ്പോഴും. മീൻ ഇഷ്ടം പോലെ എടുപ്പുണ്ട്. പക്ഷേ ആയിട്ട് സ്ട്രൈക്ക് ചെയ്യുന്ന വളരെ കുറഞ്ഞെന്നേ ഉള്ളൂ ഇപ്പം. പെയ്യും രാത്രിയിലേക്കുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ആ സൈഡിൽ ഒരെണ്ണം കിടപ്പുണ്ട്. ജന്മം ചെയ്തെടുക്കത്തില്ല. അന്യായൊരു സാധനം അത്. ആ മൂലയിൽ തെളിവിൻ്റെ അവിടെ ആവുന്ന 58 ഞാൻ നോക്കി അവനെ പൊക്കാൻ. അതാരുടെയോ കയ്യിൽ നിന്ന് അടി കൊണ്ട് പറഞ്ഞതാണ്. അതാ നല്ലൊരു സാധനം. അങ്ങ് ചെല്ലണം ബ്രോ. ഇതിൻ്റെയൊക്കെ അങ്ങ് ചെല്ലാവോ. അത്യാവശ്യം നല്ല രീതിയിൽ മീൻ കയറ്റാൻ പറ്റും. പക്ഷേ അങ്ങോട്ട് പോകാനും പറ്റത്തില്ല. ഫ്രോഗും ചെല്ലത്തില്ല. അവിടെ നിന്ന് വന്ന് കഴിഞ്ഞാൽ ഉറപ്പാണ് കുറേ മീനൊക്കെ കയറ്റാം. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവിടെ. വലിയ ഫ്രോഗ് ഇട്ടടിക്കാനും പറ്റത്തില്ല. നമുക്ക് രണ്ടാമത്തെ മീൻ സ്ട്രൈക്ക് ചെയ്തു. അയ്യോ, പോകല്ലേ. ആഹാ, തുമ്പത്തൂന്ന്. ചെറുതാ, അതിലും ചെറുത്. ഹുക്ക് കണ്ടോ. ഇത് നമ്മുടെ രണ്ടാമത്തെ വരാൽ.
ചെറുത് ആദ്യം കെട്ടിനേക്കാളും തീരെ ചെറിയൊരു വരാൽ, വലിയ സൈസ് അല്ലാത്തൊരു ടൈപ്പ്. 1/2 കിലോ റേഞ്ച് പോലും ഇല്ല. നമുക്ക് വൈകിട്ട് 2 വരാലെ കിട്ടി. നമ്മൾ കയറുവാണ്, മഴ വരുന്നു, സമയം 6:30 ആവുന്നു. വൈകിട്ട് നമുക്ക് 2 സ്ട്രൈക്കേ കിട്ടിയുള്ളൂ. 2 മീൻ നമ്മളെ കയറ്റി. അപ്പം നമുക്ക് നാളെ രാവിലെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ലുക്കാനയുടെ ഗോംസ്കോഡ്, റീല് തക്കുവാന, ബ്രൈഡ്, പി-മാക്സ്. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഫ്രോഗ് ഇപ്പം നമ്മുടെ ആറ്റത്തിൻ്റെ ഫ്രോഗാണ്. മഴ അങ്ങോട്ട് പെയ്തില്ല, മഴ പെയ്തില്ല. ഉണ്ടായിരുന്നോ? ഇല്ല. നല്ല പെയ്തായിരുന്നോ? നല്ല പെയ്തായിരുന്നോ? ഇവിടെ പെയ്ത് ചെറുതാ. ഞങ്ങളിവിടെ പെയ്തില്ല. പുറകെ വന്നടിച്ച ചെറുതാ. അടി കണ്ടപ്പോ അതാ അടി കണ്ടപ്പോ ഞാൻ വിചാരിച്ച അങ്ങ് നല്ല ഒരുത്തനാന്ന്. ചെറുതാ. ഇത് നമ്മുടെ രാവിലത്തെ വരാല്. 1/2 കിലോ ഇല്ല, 1/2 കിലോ കടുത്തങ്ങാണ്ട് കഷ്ടിച്ചുള്ള വരാല്. അടിച്ച് വിചാരിച്ച് വലിയ വരാലാണ്. കുഴപ്പമില്ല കേട്ടോ. എന്തായാലും ഫ്രോഗ് അവനെ എടുത്തുകൊണ്ട് കരക്ക് കയറ്റാൻ പറ്റി. അപ്പോൾ നമുക്കവനെ കൊല്ലിയിലോട്ട് മാറ്റാം. നമ്മളിത് എറിഞ്ഞേണ്ടി അങ്ങേ അറ്റ സൈഡിലോട്ടൊന്ന് പോയി നോക്കുവാണ്. പൊതുവേ നമുക്ക് അവിടെ നിന്ന് വലിയ അടിയൊന്നും കിട്ടിയിട്ടില്ല. സ്ട്രൈക്കൊന്നും ഇല്ലാത്തൊരു ഏരിയ ആണത്. എന്നാലും നമ്മൾ സ്ഥിരം വരുന്ന സ്പോട്ടിൽ നമുക്ക് വളരെ ശോകമായിരുന്നു. നമുക്കെന്തായാലും അവിടെ കൂടെ ഒന്നൊരു കുറച്ച് നേരം എറിഞ്ഞിട്ട് വീട്ടിൽ പോകുന്നൊരു പ്ലാനിങ്ങാണ്. വെയിലൊക്കെ മൂത്ത് വരുന്നു. എന്തായാലും നമ്മുടെ സ്പോട്ട് എത്തുന്ന ഞാൻ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫിഷിങ് നമ്മൾ നിർത്തുവാണ്. നമുക്കിവിടുന്ന് ഒരു വരാലേ കിട്ടിയുള്ളൂ, വേറെ സ്ട്രൈക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത്തിരി ശോകമായിരുന്നു. അപ്പം നമ്മുടെ ഇന്നലെ കിട്ടിയ 2 വരാലിൻ്റെ വീഡിയോയും ഇന്നത്തെ ഒരു വീഡിയോ ചേർത്താണ് നമ്മളിത് ഇവിടെ വീഡിയോ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്തത്. വെള്ളമൊക്കെ ഇച്ചിരി പൊങ്ങിയിട്ട് നമുക്കിനി മീനെ അടിക്കാൻ വേണ്ടി ഇറങ്ങാം. വളരെയധികം ശോകമാണ്, വലയും ഒക്കെ ഉള്ളതുകൊണ്ട് വളരെയധികം ശോകമാണ്. അപ്പം നമുക്കെന്തായാലും അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാ പ്രിയപ്പെട്ട ക്രിസ്മസ് മാർക്കും ടാറ്റ.